വിശാൽ കൊച്ചിയിൽ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. പ്രത്യേകിച്ച് ലൈബിലിറ്റീസ് ഒന്നുമില്ല. കരിയറിൽ നല്ല ഗ്രോത്ത് ഉള്ളതുകൊണ്ട് തന്നെ നല്ല സാലറി പാക്കേജും കാര്യങ്ങളൊക്കെയാണ്. ലൈഫ് അങ്ങനെ ചില്ലായി അടിപൊളിയായി പോയിക്കൊണ്ടിരിക്കെ വിശാലിൻ്റെ ലൈഫിൽ വിശാൽ ഒരു വീട് വാങ്ങിക്കാൻ തീരുമാനിച്ചു. ആക്ച്വലി സ്വന്തമായൊരു വീട് തൃശ്ശൂരുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അവൻ അത്ര കംഫർട്ടബിളായി ഫീൽ ചെയ്തില്ല. വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ നല്ലൊരു പ്ലോട്ട്, അതിലൊരു കൊച്ചു വീട്, അത്ര വിശാൽ ആഗ്രഹിച്ചിരുന്നുള്ളൂ. പക്ഷേ ആ ഒരു ആഗ്രഹം അവൻ്റെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കുമെന്ന് അവൻ വിചാരിച്ചിരുന്നില്ല. ലെറ്റ്സ് ബിഗിൻ ദി സ്റ്റോറി. അങ്ങനെ വീടിന് വേണ്ടിയുള്ള സെർച്ചിങ് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. വിശാലിൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ അമേരിക്കയിലുള്ള ഒരു പ്രവാസിയുടെ വീട് നാട്ടിൽ കാക്കനാട് പൂട്ടിക്കിടക്കുന്ന വിശാൽ അറിയുന്നത്. അത് വാങ്ങിക്കണം എന്നൊന്നും പ്ലാൻ ഉണ്ടായിരുന്നില്ലെങ്കിലും കേട്ടപ്പോൾ വിശാലിനെന്തോ ഒരു ഇൻട്രസ്റ്റ് തോന്നി. അങ്ങനെ ഒരു സൺഡേ വിശാലും ഫ്രണ്ടും കൂടിയിട്ട് ആ വീട് പോയി കണ്ടു. നാല് ചുറ്റും മുറ്റമൊക്കെ ആയി കുറേ മരങ്ങളും തണലും ഒക്കെ ഉള്ള ഒരു ചെറിയ വീട്. റെനോവേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ പുതിയൊരു മോഡേൺ വീടാക്കി മാറ്റാൻ സിമ്പിളായിട്ട് പറ്റുമെന്ന് വിശാലിന് ഒറ്റ നോട്ടത്തിൽ തന്നെ ഫീൽ ചെയ്തു. അത്യാവശ്യം മുറികളെല്ലാം ഉണ്ടെന്നും അത്യാവശ്യം നല്ല സൗകര്യങ്ങളുണ്ടെന്നും പുറത്ത് നോക്കിയാൽ തന്നെ വിശാലിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ആക്ച്വലി ആ നഗത്ത് കയറി കാണാൻ പറ്റിയില്ലെങ്കിലും വീടിൻ്റെ 4 ഭാഗവും വിശാൽ നടന്ന് കണ്ടു. അങ്ങനെ നടന്ന് കാണുമ്പോൾ വിശാലിന് വേറൊരു പ്രത്യേകത കൂടി മനസ്സിലായി. ഈ വീടിൻ്റെ ബാക്കിലായി വേറൊരു കുഞ്ഞു വീട് കൂടിയുണ്ട്. പണ്ടത്തെ ആൾക്കാരൊക്കെ ഒരു ബാക്കപ്പ് പ്ലാനായി ഒരു വിറക് പുര ആ ഒരു കൺസെപ്റ്റിലൊക്കെ പണിഞ്ഞ പോലെ ഒരു ചെറിയ വീട്. പക്ഷെ അവിടെയും ഒരു ചെറിയ ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന പോലെ ചെറിയൊരു റൂം, ചെറിയ എന്തൊക്കെയോ സെറ്റപ്പ്. അവനതൊക്കെ വലിയൊരു കൗതുകമായിരുന്നു. തൃശ്ശൂരും ഒരു ഗ്രാമപ്രദേശത്തു നിന്നാണ് അവൻ വരുന്നതെങ്കിലും ഇങ്ങനെയുള്ള വീടുകളിലൊക്കെ താമസിക്കണമെന്ന് ചെറുപ്പം മുതലേ അവൻ്റെ ആഗ്രഹമായിരുന്നു. അതുമാത്രമല്ല, അവൻ വിചാരിച്ചതിലും അവൻ മനസ്സിൽ കണ്ടതിലും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയാണ് ആ വീടിൻ്റെ പ്രൈസ് ആ ഓണർ പറഞ്ഞത്. അതും കേട്ടതോടുകൂടി വിശാൽ വളരെ ഇമ്പ്രസ്ഡ് ആയി. ശരി, ഇത് തന്നെയായിരിക്കും അവൻ്റെ വീട്, അവൻ്റെ ഫ്യൂച്ചർ ഹോം എന്നവൻ മനസ്സിൽ വിചാരിച്ചു. അവൻ്റെ വൈഫും പിള്ളേരും ആക്ച്വലി അങ്ങനെ ഒരാളെ ഫിക്സ് ചെയ്തിട്ടില്ലെങ്കിലും അങ്ങനെ ഒരു ലൈഫ് വരെ അവൻ അവിടെ പിക്ചറൈസ് ചെയ്തു, ഡ്രീം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവൻ അഡ്വാൻസ് കൊടുത്തു, രജിസ്ട്രേഷൻ കഴിഞ്ഞു, എല്ലാം ഒരു മാസത്തിൽ തന്നെ പടപടാന്ന് കംപ്ലീറ്റ്. വീട് വിശാലിൻ്റെ സ്വന്തമായി. വീട്ടുകാരെല്ലാവരും വന്ന് ഒരു പ്രോപ്പർ പാലുകാച്ചോടുകൂടി തന്നെ വിശാൽ ആ വീട്ടിലേക്ക് കയറി താമസിച്ചു. ഫ്ലാറ്റിൽ നിന്നുള്ള എല്ലാ ഐറ്റംസും ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് എല്ലാം കൊണ്ടും വിശാലിന് സ്വന്തമായിട്ട് ഒരു വീടായി. അവൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ഓഫീസ് കഴിഞ്ഞ് വേഗം വീട്ടിലേക്ക് വരാനും വീട്ടിൽ ഓരോ റൂംസ് ഒന്ന് റെഡിയാക്കി എടുക്കാനും ഡെക്കർ ചെയ്യാനൊക്കെ വളരെ എക്സൈറ്റഡ് ആയിരുന്നു അവൻ. അങ്ങനെ ഫസ്റ്റ് വീക്ക് വളരെ സന്തോഷമായി ചില്ലായി വിശാൽ അവിടെ താമസിച്ചു. ഫ്രണ്ട്സ് എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് വരും, കാര്യങ്ങൾ അന്വേഷിക്കും. അങ്ങനെ വളരെ ഹാപ്പിയായി. അങ്ങനെ 8ാമത്തെ ദിവസമായി. അന്ന് അവൻ സാധാരണ ഇറങ്ങുന്നതിലും കുറച്ച് ലേറ്റായിട്ടാണ് ഓഫീസിൽ നിന്ന് ഇറങ്ങിയത്. കുറച്ച് ഓവർ ടൈം വർക്ക്സ് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അവൻ വീട്ടിലെത്തിയപ്പോൾ 9 മണിയായിട്ടുണ്ട്. വീട്ടിലെ അല്ലറ ചില്ലറ പണികളും പിന്നെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഒരു 10 മണിയായപ്പോഴേക്കും വിശാല ഫ്രീ ആയി. ഫുഡെല്ലാം കഴിഞ്ഞ് ഒന്ന് റിലാക്സായി ഒരു സീരീസ് കാണാനിരിക്കുന്ന സമയം. അങ്ങനെ ലാപ്പ് ഓപ്പൺ ചെയ്ത് 10 മണിക്ക് സീരീസ് കാണാൻ വേണ്ടി വിശാലിരുന്നു. പുറത്ത് നല്ല തകൃതിയായി മഴ പെയ്യുന്നുണ്ട്. മഴത്തുള്ളി തറയിലടിക്കുന്ന സൗണ്ട് വിശാലിന് നല്ല വ്യക്തമായി കേൾക്കാം. അങ്ങനെ സീരീസ് സ്റ്റാർട്ട് ചെയ്തു. 10:05. പെട്ടെന്ന് പിന്നാമ്പുറത്തെ ഡോറിൽ ഒരു നോക്ക്. ആക്ച്വലി 3 വട്ടം ആരോ അടിച്ച പോലെ അവന് തോന്നി. ഫസ്റ്റ് ടൈം ഹെഡ്സെറ്റിൽ നിന്ന് വന്ന സൗണ്ടാണെന്ന് വിചാരിച്ചു. അവനൊന്ന് തിരിഞ്ഞു നോക്കി. പക്ഷേ അവന് ഉറപ്പായിരുന്നു, അതവന് ഫീൽ ചെയ്തു, പിന്നാമ്പുറത്ത് ആരോ ഉണ്ട്. ഹെഡ്സെറ്റ് റിമൂവ് ചെയ്ത് പയ്യെ നടന്ന വിശാല് പിന്നാമ്പുറത്ത് ഡോറിനടുത്തെത്തി. ഡോർ ഓപ്പൺ ചെയ്ത് നോക്കി. പുറത്ത് നല്ല ശക്തിയായ മഴ. ഇടയ്ക്കിടയ്ക്ക് മിന്നലടിക്കുന്നുണ്ട്. മിന്നലിൻ്റെ വെളിച്ചത്തിൽ പറമ്പിൻ്റെ അറ്റത്തുള്ള ആ കുഞ്ഞു വീട് അവന് വ്യക്തമായി കാണാം. അതല്ലാതെ അവിടെ ആരുമില്ല. ഓക്കെ, വല്ല പട്ടിയോ പൂച്ചയോ ചാടിയതോ തട്ടിയതോ എന്തെങ്കിലും ആവും എന്ന് വിശാല് കരുതി. തിരിഞ്ഞു നടക്കുന്നതിന് മുമ്പ് താഴേക്ക് അവൻ നോക്കി. അവൻ്റെ റൂമിൽ നിന്ന് അടിക്കുന്ന ലൈറ്റിൽ താഴെ തറയിലായി ഏതോ ഒരു കുഞ്ഞു കുട്ടിയുടെ കാൽപാദങ്ങൾ അവൻ കാണാം.
ചെളിയിൽ പുരണ്ട് മഴ കൊണ്ട് ആകെ ആകെ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയ പോലൊരു കാൽപാദം. താനില്ലാത്ത സമയം അയൽവക്കത്തെ കുട്ടികളാരെങ്കിലും വന്ന് കളിക്കുന്നതാവും എന്നവൻ കരുതി. വാതിലടച്ച് തിരിച്ചു വന്നിരുന്ന് സീരിയസ് കണ്ടു തീർത്ത് സുഖമായി വിശാൽ കിടന്നുറങ്ങി. രാവിലെയായി. ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പ് വിശാലിന് തോന്നി, ഓക്കെ, താനില്ലാത്ത സമയത്ത് വീട്ടിലെങ്ങനെ കുട്ടികളാണെങ്കിലും ശരി വരുന്നുണ്ട്, കാര്യങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അതത്ര സേഫ് അല്ല. ഒരു CCTV വെക്കുന്നത് ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും എന്നവന് തോന്നി. അന്ന് തന്നെ ഓഫീസിലുള്ള ഒരു കൊളീഗിനോട് പറഞ്ഞ് CCTV ഫിക്സ് ചെയ്യാനായിട്ട് ആളെ അറേഞ്ച് ചെയ്തു. അന്ന് വിശാൽ വൈകിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഓൾറെഡി CCTV വെച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ഫൂട്ടേജും എല്ലാം അവൻ്റെ ഫോണിലും അവന് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അന്നും അവൻ കുക്ക് ചെയ്ത് എല്ലാ കാര്യങ്ങളും പീസ്ഫുള്ളായി വളരെ കാമായി കാര്യങ്ങളെല്ലാം ചെയ്ത് റിലാക്സായി ഒരു 9 മണി 9:30 സമയത്ത് ഇതുപോലൊരു മൂവി കാണാനിരുന്നു. മൂവി ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞപ്പോൾ 10:05 പിന്നെ പുറത്ത് ഡോറിലൊരു നോക്ക്. ഇത്തവണ പുറത്ത് മഴയില്ല. ഹെഡ്സെറ്റ് വെച്ച് ലാപ്പിൽ സീരീസ് കാണാനായിരുന്നില്ല, TV-യിൽ മൂവി കാണുമായിരുന്നു. സോ ഇത്തവണ ആരോ നോക്ക് ചെയ്തത് ശരിക്കും വിശാലിന് ഫീൽ ചെയ്തു. വിശാൽ പോയി നോക്കി. ഈ തവണയും ആരുമില്ല. എല്ലാ ദിവസവും ഈ 10:05 തന്നെ പട്ടിയോ പൂച്ചയോ ഈ വാതിലിൻ്റെ പിന്നിൽ കുറുകെ ചാടും. അവനാകെ ടെൻസ്ഡായി. ഇതെന്താ ഇങ്ങനൊരു പാറ്റേൺ? അവനാകെ പേടിയാവാൻ തുടങ്ങി. ഒന്നാമത് ആ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം. രണ്ടാമത് ഇച്ചിരി പറമ്പും കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ ഇടവും വലമൊന്നും പെട്ടെന്ന് വിളിച്ചാൽ പോലും വരാൻ ആരുമില്ല. വിശാൽ വളരെ കൺഫ്യൂസ്ഡായി. ഇതാരാ ഈ കറക്റ്റ് 10:05 തന്നെ ഇവിടെ വന്ന് നോക്കിയെന്ന്? അവൻ വാതിലടച്ച് തിരിച്ച് മൂവി കാണാനിരുന്നെങ്കിലും അവൻ്റെ മൈൻഡ് വളരെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഇതെന്താ സംഭവിക്കണമെന്ന് അറിയണമെന്ന് അവനിങ്ങനെ തോന്നിക്കൊണ്ടിരുന്നു. അവനിങ്ങനെ സൂപ്പർസ്റ്റിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊന്നും വലിയ വിശ്വാസമുള്ള ഒരാളായിരുന്നില്ല. പെട്ടെന്ന് അവന് തോന്നി, ഫൈൻ, ഞാൻ ഇന്ന് CCTV വെച്ചിട്ടുണ്ടല്ലോ, എനിക്ക് ആ ഫൂട്ടേജ് ചെക്ക് ചെയ്താൽ അതാരായിരുന്നെന്ന് കാണാമല്ലോ. TV നിർത്തിവെച്ച് അവൻ അവൻ്റെ ഫോൺ ഓപ്പൺ ചെയ്തു. CCTVയുടെ ആപ്പ് ഓപ്പൺ ചെയ്തു. അവൻ ആ ഒരു നോക്ക് ചെയ്യുന്ന ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത സമയത്ത് അവന് ഫീൽ ചെയ്തു 10:04 ആകുമ്പോൾ ഒരു സ്റ്റക്ക് വരുന്നുണ്ട്. 10:04 ടൈമിൽ എന്തോ അവിടെ സ്റ്റക്കായ പോലെ. അവൻ നെക്സ്റ്റ് ഫൂട്ടേജിന് വേണ്ടി വെയിറ്റ് ചെയ്തു. 10:04 വരെ ചുറ്റുപാടുമൊന്നും ഒരു മനുഷ്യനില്ല, ആരുമില്ല. ഈവൻ ഈ പറഞ്ഞ പട്ടിയോ പൂച്ചയോ പോലുമില്ല. പക്ഷേ 10:04 അവിടെ CCTV സ്റ്റക്കായത് അവന് ശരിക്കും മനസ്സിലായി. 10:05 ആ CCTV ഫുട്ടേജിൽ താഴെയായി ഒരു കൊച്ചു പെൺകുട്ടി, കുഞ്ഞി പാവാടയിട്ട് മുടി രണ്ടും മേളിൽ കുഞ്ഞി പോണിട്ടയിൽ കെട്ടി തല താഴ്ത്തി ഒരു കുഞ്ഞു കുട്ടി അവിടെ നിൽക്കുന്നുണ്ട്. ഹൈറ്റ് വെച്ച് അവന് മനസ്സിലാവുന്നില്ലെങ്കിലും കുട്ടിക്ക് ഒരു 5-6 വയസ്സേ കാണുള്ളൂ. അവന് പെട്ടെന്ന് പേടിയാവാൻ തുടങ്ങി. ഒരു കുട്ടി എങ്ങനെയാ ഈ രാത്രി ഈ സമയത്ത്? 10:06 കൈ പൊക്കി ആ കുട്ടി ആ ഡോറിൽ നോക്കിയിരുന്നത് അവന് മനസ്സിലായി. 10:07 ആ സ്ക്രീനിൽ ആ കുട്ടിയില്ല. അവന് പെട്ടെന്ന് ഇത് CCTVക്ക് വന്ന എന്തെങ്കിലും ഗ്ലിച്ചാണോ, എന്തെങ്കിലും ഇററാണോ, ടെക്നിക്കൽ ഇഷ്യൂസ് ആണോ? അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നിട്ടും വിശാലിന് പ്രോപ്പറായി ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കണ്ണടച്ച ആ കൈ പൊക്കി ഡോറിലേക്ക് നോക്കിയിരുന്ന ആ കുട്ടിയുടെ രൂപം മാത്രമായിരുന്നു അവൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കണ്ടുകൊണ്ടിരുന്നിരുന്നത്. ആകെ ടെൻഷനായി തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് വിശാൽ എങ്ങനെയോ നേരം വെളുപ്പിച്ചു. പിറ്റേ ദിവസം രാവിലെ തന്നെ വിശാൽ ഓണറെ വിളിച്ചു. അമേരിക്കയിലുള്ള നമ്മുടെ പ്രവാസിയായ ഓണർ. ആളോട് ചോദിച്ചു, ചേട്ടാ, ഞാനിവിടെ താമസിച്ചു തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ചയായേ ഉള്ളൂ. ഈ 2 ദിവസമായിട്ട് എനിക്കെന്തോ രാത്രി സമയത്ത് ഇവിടെ തട്ടലും മുട്ടലും അങ്ങനെ എന്തൊക്കെയോ കേൾക്കുന്നു. CCTV നോക്കിയപ്പോൾ ഒരു കൊച്ചു കുട്ടിയുടെ രൂപം പോലെ എന്തോ ഇന്നലെ രാത്രി കാണുകയും ചെയ്തു. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? അയാൾ പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ മനുഷ്യ? എവിടെയെങ്കിലും ഒരു കുഴപ്പമില്ല. നിങ്ങൾ എന്താ പറയണേ? ഞാൻ ഈ പ്ലോട്ട് വാങ്ങിച്ചിട്ട് ഇവിടെ താമസിച്ചിട്ടേ ഇല്ല. ഞാൻ ഈ റിയൽ എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു വീട് വാങ്ങിച്ചിട്ടു. എനിക്ക് വാങ്ങിച്ചതിലും വലിയൊരു വില കിട്ടിയപ്പോൾ നിങ്ങളുടെ അടുത്ത് വിറ്റു, അത്രേ ഉള്ളൂ. ആ വീടിനെ പറ്റിയൊന്നും എനിക്ക് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ അറിയില്ല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ അടുത്തുള്ള പഞ്ചായത്തിലോ ഏതെങ്കിലും പോസ്റ്റ് ഓഫീസിലോ അവിടെയെങ്കിലും പോയി അന്വേഷിക്കുക.
എനിക്കറിയില്ല, ഞാൻ നിങ്ങളുടെ അടുത്ത് വിറ്റു, അതോടുകൂടി എൻ്റെ റെസ്പോൺസിബിലിറ്റീസ് കഴിഞ്ഞു എന്നും പറഞ്ഞ് ആൾ കോള് കട്ട് ചെയ്തു. വിശാലിന് പക്ഷേ ഈ പ്രശ്നം അങ്ങനെ വെറുതെ വിട്ടുകളയാൻ തോന്നലാണെന്ന് വിചാരിക്കാൻ തോന്നിയില്ല. അവൻ അവിടുത്തെ പഞ്ചായത്തിൽ പോയി കാര്യങ്ങൾ അന്വേഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവൻ അന്നേ ദിവസം ഓഫീസിൽ ലീവ് വിളിച്ചു പറഞ്ഞ് പഞ്ചായത്തിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴാണ് വിശാൽ ആക്ച്വലി ആ വീട്ടിൽ താമസിച്ചിരുന്നത് ആരാ, അവിടെ ഉള്ളവർക്ക് എന്താ സംഭവിച്ചേ എന്നറിയുന്നത്. അവനേക്കാൾ മുമ്പ് ആ വീട്ടിൽ ആൾതാമസം ഉണ്ടായത് ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. അന്ന് അവിടെ ഒരു അച്ഛനും അമ്മയും ഒരു കുഞ്ഞു കുട്ടിയാണ് താമസിച്ചിരുന്നത്, ഒരു പെൺകുട്ടി. അമ്മയ്ക്ക് എന്തോ ഫിസിക്കലി ഒട്ടും ഓക്കെ അല്ലായിരുന്നു, ഒരു മെഡിക്കൽ കണ്ടീഷനൊക്കെ വന്ന്. എക്സാക്ട് ഡീറ്റെയിൽസ് ഒന്നും ആർക്കും അറിയില്ല, 10-20 വർഷമായ കേസല്ലേ. എന്തൊക്കെയോ ഇഷ്യൂസ് വന്ന് സ്വത്തുക്കളും ബാക്കി പ്രോപ്പർട്ടീസും എല്ലാം വിറ്റ് തൊലച്ച് ആകെ കഷ്ടപ്പാടിലാണ് ആ അച്ഛനും മോളും താമസിച്ചിരുന്നത്. അവസാനം അമ്മ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ വീട് അവർക്ക് ആക്ച്വലി കടം വീട്ടാൻ വേണ്ടി വിൽക്കേണ്ട സിറ്റുവേഷൻ വന്നു. അങ്ങനെ വീട് വിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വീട് അടച്ചിട്ട് അച്ഛനും മോളും ആ ബാക്ക് സൈഡിലുള്ള ചെറിയ കുഞ്ഞു ചായ്പിലായിരുന്നു താമസിച്ചിരുന്നത്. അച്ഛന് വലിയ ജോലിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു സാധാ ഷോപ്പിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിട്ടായിരുന്നു അച്ഛൻ വർക്ക് ചെയ്തിരുന്നത്. ആൾ വർക്ക് ചെയ്തിരുന്ന ആ ഒരു ഷോപ്പിലെ എല്ലാ വർക്കേഴ്സും പോയി എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് 10-10:30 ആകുമ്പോഴായിരുന്നു അച്ഛൻ വീട്ടിലേക്ക് എത്തിയിരുന്നത്. അങ്ങനെ ഒരു നല്ല മഴയുള്ള ദിവസം 10 മണി കഴിഞ്ഞിട്ടും അച്ഛൻ ജോലി കഴിഞ്ഞ് വന്നില്ല. വിശന്ന് തളർന്ന് ആ കുഞ്ഞ് അച്ഛനെയും കാത്ത് ആ വീട്ടിൽ തന്നെയിരുന്നു. 10 മണിയായിട്ടും അച്ഛനെ കാണാതായപ്പോൾ അവൾക്ക് ചെറുതായി പേടി തോന്നി. നല്ല ശക്തിയായ മഴയും പുറത്തുണ്ട്. അവൾ രണ്ടും കൽപ്പിച്ച് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഒരുപക്ഷെ അച്ഛൻ ആദ്യത്തെ വീട്ടിൽ വന്ന് അകത്ത് കയറി എന്തെങ്കിലും എടുത്തതിന് ശേഷം അവിടെ തന്നെ കിടന്ന് അറിയാതെ ഉറങ്ങിപ്പോയി കാണുമോ? എന്ത് ചെയ്യും, എങ്ങോട്ട് പോവും ഒന്നും അറിയാതെ ആ കുട്ടി മെല്ലെ നടന്ന് ആ വലിയ വീടിൻ്റെ മുമ്പിൽ വന്നു. പിന്നെ അമർത്തെ ആ വാതിലിൻ്റെ മുമ്പിൽ നിന്ന് ആ കുട്ടി മെല്ലെ തട്ടി അച്ഛാ അച്ഛാ എന്ന് വിളിച്ചു. പക്ഷെ അന്ന് അവളുടെ വിളി കേൾക്കാൻ അച്ഛൻ ഈ ലോകത്ത് ജീവനോടെ ഉണ്ടായിരുന്നില്ല. വരുന്ന വഴി ഹാർട്ട് അറ്റാക്ക് വന്ന് റോഡിൽ വീണ് അച്ഛൻ മരിച്ചിട്ടുണ്ടായിരുന്നു. നല്ല മഴയുണ്ടായിരുന്നതുകൊണ്ട് തന്നെ രാത്രിയൊന്നും ആരും ആ റോഡ് വഴി ചെല്ലാത്തതുകൊണ്ട് അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്നതും മരിച്ചതൊന്നും രാവിലെ ആവുന്നതുവരെ ആരും അറിഞ്ഞില്ല. രാവിലെ ഈ ന്യൂസെല്ലാം അറിഞ്ഞ് ഈ കുട്ടിയെ തേടി നാട്ടുകാരെല്ലാം വരുമ്പോൾ ആ കുട്ടി പിന്നാമ്പുറത്തെ വാതിലിൻ്റെ ഫ്രണ്ടിൽ നനഞ്ഞ് ചെളിയിൽ മുങ്ങി ഉറങ്ങി കിടക്കുന്നതാണ് കണ്ടത്. അന്ന് തന്നെ ആ കുട്ടീനെ ബന്ധുക്കളുടെ കൂടെ പറഞ്ഞു വിടുകയാണ് ചെയ്തത് എന്ന പഞ്ചായത്തിലെ ആ ഓഫീസർ വിശാലിനോട് പറഞ്ഞത്. വിശാലിനത് കേട്ട് ആകെ എന്തോ പോലെ പേടിയല്ല, ഒരുതരം സഹതാപം. അച്ഛൻ എന്തു പറ്റിയെന്നറിയാതെ അച്ഛൻ വരുമെന്ന് പ്രതീക്ഷിച്ച് കരഞ്ഞ് തളർന്നുറങ്ങിയ ആ കുട്ടിയോട് വല്ലാത്തൊരു സ്നേഹവും കടപ്പാടും എന്തൊക്കെയോ വിശാലിന് തോന്നി. അന്നേ ദിവസം രാവിലെ പഞ്ചായത്തിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷവും വീട്ടിലെ കാര്യങ്ങളൊന്നും ചെയ്യാൻ വിശാലിന് തോന്നുന്നുണ്ടായിരുന്നില്ല. ആ പിൻവാതിൽ തുറന്നിട്ട് ആ അച്ഛനും മോളും താമസിച്ചിരുന്ന വീട്ടിലേക്ക് കുറേ നേരം വിശാൽ നോക്കിക്കൊണ്ടേയിരുന്നു. ഈവനിങ് ആയി, രാത്രിയായി. ഈ തവണ വിശാൽ വെബ് സീരീസ് കാണാനോ മൂവി കാണാനോ ഒന്നും പോയില്ല. ആ കുട്ടിയെയും കാത്ത് ചെയറിട്ട് ആ ഡോറും അടച്ച് അവളുടെ മുട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ സമയം 10 മണിയായി. പുറത്ത് ചെറിയ തോതിൽ മഴ ചാറുന്നുണ്ട്. വിശാൽ ഏത് നിമിഷവും ആ കുട്ടി നോക്കുകയും അപ്പം തന്നെ തുറക്കണം, അച്ഛന് സംഭവിച്ചത് അവളോട് പറയണം എന്നോർത്ത് അവിടെ തന്നെ ഇരുന്നു. 10:04, 10:05 വാതിലിൽ അനോക്ക് വന്നു. വിശാൽ ചാടിപ്പോയി വാതിൽ തുറന്നു. ആരുമില്ല. ആ കുട്ടിയില്ല, കുട്ടിപ്പാവാടയില്ല, ഒന്നുമില്ല. വിശാലിനാകെ നിരാശ തോന്നി. അവൻ താഴെ ആ കുട്ടിയുടെ കാൽപാദത്തിന് വേണ്ടി നോക്കിയപ്പോൾ ഈ തവണ അവിടെ ഒരു കാൽപാദമായിരുന്നില്ല, ചെളി പുരണ്ട 2 കുഞ്ഞു കൈകൾ ആ തറയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന പോലെ വിശാലിന് തോന്നി. ആ അള്ളിപ്പിടിച്ചിരിക്കുന്ന കൈ വിശാൽ സൂക്ഷിച്ചു നോക്കി. അത് അനങ്ങുന്ന പോലെ വിശാലിന് തോന്നി. പക്ഷേ അതൊരു മനുഷ്യ കൈയായി അവന് തോന്നിയില്ല.
ചെളി പുരണ്ട് ചെളി കൊണ്ടുണ്ടാക്കിയ മണ്ണ് കൊണ്ട് കുഴച്ച് വെച്ച പോലെ എന്തോന്ന്. അതിന് കണ്ടിന്യൂഷനായി കട്ട കട്ട പോലെ എന്തോന്ന് താഴേക്ക്. അതിലും താഴെ ഒരു കുഞ്ഞി ചുവന്ന പാവാട. അവനാകെ സ്റ്റക്കായി അവിടെ തന്നെ നിന്നു. പെട്ടെന്ന് ആ രൂപവും നനങ്ങി അവൻ്റെ നേരേക്ക് നോക്കി. തല പോലെ തോന്നുന്ന ഉരുണ്ട എന്തോ, പക്ഷേ മനുഷ്യൻ്റെ സ്കിന്നായിരുന്നില്ല, മറിച്ച് ചെളി കൊണ്ട് കുഴച്ചുണ്ടാക്കിയ എന്തോ ഒരു രൂപം. എന്തോ ഒരു കട്ടയായിരുന്നു അത്. കണ്ണിൻ്റെ സ്ഥാനത്ത് 2 കുഞ്ഞു കുഴികൾ. പക്ഷെ ആ കുഴി അവനെ നോക്കി അനങ്ങുന്ന പോലെ അവന് തോന്നി. വായുടെ സ്ഥാനത്ത് ഒരു ചെറിയ കീറൽ. ആ കീറലിൽ നിന്ന് സൗണ്ടൊന്നും വരുന്നില്ലെങ്കിലും എന്തോ പറയാൻ ശ്രമിക്കുന്ന പോലെ അവന് തോന്നി. അവൻ്റെ തലയ്ക്കുള്ളിൽ അവൻ്റെ അമ്മ അലറിക്കൊണ്ട് പറഞ്ഞു, മോനെ വാതിലടയ്ക്ക്. ബോധത്തിലേക്ക് തിരിച്ചു വന്ന വിശാൽ വേഗം പിന്നിലേക്ക് നീങ്ങി വാതിൽ വലിച്ചടച്ചു. അവനാകെ കണ്ടതെന്താ ഇപ്പോൾ സംഭവിച്ചേ? തൻ്റെ ഡിസിഷനെല്ലാം തെറ്റായിരുന്നു. വാതിൽ തുറക്കാൻ പാടില്ലായിരുന്നു. ആകെ ടെൻഷനായി. അവൻ പെട്ടെന്ന് പേടിച്ച് വിറങ്ങൽ ചാടത്തന്നെ നിന്നു. പക്ഷേ ഈ തവണ ഡോറിൽ പിന്നെയും മുട്ട് കേൾക്കാൻ തുടങ്ങി. പക്ഷേ വിശാൽ വാതിൽ തുറക്കാൻ തയ്യാറായിരുന്നില്ല. ഓരോ തവണ മുട്ടുമ്പോഴും അതിൻ്റെ ആഘാതം കൂടി വരുന്നതായിട്ട് വിശാലിന് തോന്നി. ഒരു 6 വയസ്സുള്ള കുട്ടിയുടെ കരുത്തായിരുന്നില്ല ആ ഡോറിൻ്റെ നോക്കിനുണ്ടായിരുന്നത്. അടിച്ചടിച്ച് 100-150 കിലോ ഉള്ള ഒരു മനുഷ്യൻ ആഞ്ഞ ഡോറിൽ അടയ്ക്കുന്ന പോലെ ശക്തമായി ആ ഡോർ കുലുങ്ങാൻ തുടങ്ങി. വിശാലടക്കം ശക്തമായി കുലുങ്ങുന്ന പോലെ വിശാലിന് തോന്നി. പേടിച്ച വിശാല് ഫോൺ എടുത്തു. ഓക്കെ, പോലീസിനെ വിളിക്കാം. 100 ഡയൽ ചെയ്തു. കോളിലേക്ക് ഇട്ടു. പക്ഷേ ഫോൺ ഓഫായിപ്പോയി. കറണ്ടും പോയി. ഒരു നിമിഷം വിശാല് സ്റ്റക്കായി. ഡോറിലെ നോക്ക് നിന്നതും ബാക്ക്ഗ്രൗണ്ടിലായി ഒരു പൊട്ടിച്ചിരി വിശാലിന് കേൾക്കാം. അതൊരു കുട്ടിയുടെ ചിരിയായി അവന് തോന്നുന്നില്ല. ഒരു മുതിർന്ന ആളുടെ ചിരിയായും അവന് തോന്നുന്നില്ല. എന്തോ ഒരു ശബ്ദം തൊണ്ടയ്ക്കുള്ളിൽ എന്തോ കുത്തി നിറച്ചിട്ട് സൗണ്ട് സ്റ്റക്കായ പോലെ, പുറത്തേക്ക് ചിരി വരുന്ന പോലെ, അങ്ങനെ ഒരു സൗണ്ട്. പക്ഷേ ആ സൗണ്ട് ഡോറിൻ്റെ അപ്പുറത്ത് നിന്നല്ല കേട്ടിരുന്നത്. വിശാലിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള കിച്ചണിൽ നിന്നായിരുന്നു. ശ്വാസം അടക്കി പിടിച്ച് വിശാൽ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞു. കിച്ചണിലേക്ക് നേരെ നോക്കുമ്പോൾ അവന് ഫ്രിഡ്ജ് കാണാം. ഫ്രിഡ്ജിൻ്റെ ഫ്രീസർ ഡോർ ഓപ്പണായി കിടക്കുന്നതായിട്ട് അവന് കാണാം. ആ ഫ്രീസറിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു തരം ദ്രാവകം പുറത്തേക്ക് ഒഴുകുന്നതായിട്ട് അവന് ഫീൽ ചെയ്യുന്നുണ്ട്. അരണ്ട വെളിച്ചത്തിൽ, പുറത്തെ നിലാവിൽ നിന്നുള്ള ചെറിയൊരു വെളിച്ചത്തിൽ അവൻ ആ ദ്രാവകത്തിന് വെള്ളത്തേക്കാളും എന്തോ കട്ടിയുള്ളതുപോലെ തോന്നുന്നു. എന്തോ ചെളി കുറുക്കിയതുപോലെ. ആ ചെളി താഴേക്ക് വീണ വശത്തുനിന്ന് ഒരു കുഞ്ഞു കാൽപാദം അടിവെച്ച് വിശാലിൻ്റെ നേരേക്ക് വരുന്നത് വിശാലിന് കാണാൻ പറ്റുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ വിശാൽ സ്റ്റക്കായി ആ ഡോറിൻ്റെ അടുത്ത് തന്നെ നിന്നു. കുഞ്ഞു കാൽപാദം അടിവെച്ച് വിശാലിൻ്റെ നേരെയായി വന്നു നിന്നു. വിശാലിന് ശരീരം ഒന്നും അനക്കാൻ പറ്റുന്നില്ല. കൈവച്ച് പരതി അടുത്തുള്ള ടേബിളിൽ നിന്ന് വിശാൽ ഒരു ടോർച്ച് എടുത്തു. ആ രൂപം, ആ കാൽപാദം വിശാലിൻ്റെ നേരെ വന്നു നിന്നതും ടോർച്ച് എടുത്ത് അതിൻ്റെ നേരേക്ക് അടിച്ചു. പക്ഷേ ആ കാൽപാദത്തിന് രൂപം ഉണ്ടായിരുന്നില്ല. പാദം നിന്നിരുന്ന സ്ഥലത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ റിഫ്ലക്ഷൻ അടിച്ച വ്യക്തിയിൽ ഒരു കുഞ്ഞു കുട്ടിയുടെ രൂപം വിശാലിന് വ്യക്തമായി കാണാമായിരുന്നു. വിശാലിൻ്റെ അരയോളം മാത്രം പൊക്കം വരുന്ന ഒരു കുഞ്ഞു കുട്ടി അവൻ്റെ നേരെ നിൽക്കുന്നത്, അതിൻ്റെ നിഴൽ അവന് വ്യക്തമായി കാണാം. ഒന്നും ചെയ്യാൻ പറ്റാതെ ശ്വാസം അടക്കി വിശാൽ അങ്ങനെ തന്നെ നിന്നു. ആ കുട്ടി ആ CCTVയിൽ കണ്ട പോലെ ഡോറിൽ മുട്ടാൻ വേണ്ടി അവളുടെ വലത് കൈ പയ്യെ മുക്കിയതായി വിശാലിന് മനസ്സിലായി.
ഈ തവണ പക്ഷേ അവൾ ഡോറിൽ മുട്ടല്ല ചെയ്തത്. അവളുടെ കൈ സാധാരണയിലും അധികമായി അവൾ നീട്ടുന്നതനുസരിച്ച് നീണ്ട് നീണ്ട് വരുന്നത് വിശാലിന് നീഴൽ നോക്കി മനസ്സിലായി. നീണ്ട് ആ കൈ വിശാലിന് കഴുത്തിന് നേരെയായി വന്നു നിന്നു. അത് പയ്യെ വിശാലിൻ്റെ കഴുത്തിലേക്ക് കൈ അമർത്തി. തണുത്തുറഞ്ഞ ആ കൈ വിശാലിനെ തൊട്ടതും വിശാൽ ബോധരഹിതനായി വീണു. പിറ്റേ ദിവസം 6:30 ആയി കാണും. വിശാൽ കണ്ണു തുറന്നു. പിൻവശത്തെ വാതിൽ തുറന്നു കിടപ്പുണ്ട്. ഫോണിൽ 92% ചാർജ് ഉണ്ട്. കോൾ ലോഗ്സിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഡയൽ ചെയ്ത ആ ഒരു നമ്പറേ ഇല്ല. കറണ്ട് വന്നിട്ടുണ്ട്, ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം നോർമലായി തോന്നി. പക്ഷേ വിശാൽ കിടന്നിരുന്ന ആ സ്ഥലത്ത് വിശാലിന് ചുറ്റുമായി 6 വയസ്സുള്ള കുഞ്ഞു പെൺകുട്ടിയുടെ കാൽപാദം അങ്ങും ഇങ്ങുമായി ഓടി നടന്നതുപോലെ കാണാം. വിശാലിന് ചുറ്റുമായി നടന്ന് അത് പുറത്തേക്ക് ഇറങ്ങിപ്പോയ പോലെ കാൽപ്പാടുകൾ വ്യക്തമാണ്. വിശാലിൻ്റെ പിന്നെ അവിടെ നിൽക്കാൻ പറ്റിയില്ല. അപ്പം തന്നെ ബാഗും പാക്ക് ചെയ്ത് കൈ കിട്ടിയതും എടുത്ത് വിശാൽ തൃശ്ശൂർ സ്വന്തം വീട്ടിലേക്ക് പോയി. വീട് വിൽക്കാനിട്ടു. ഇനി ആ വീട് വേണ്ട. എന്താ അവിടെ സംഭവിച്ചത്, എന്താ അവിടെ ഉള്ളത് ഒന്നും അന്വേഷിക്കാനും നോക്കാനും വിശാലിന് ധൈര്യം ഉണ്ടായിരുന്നില്ല. ജോലി റിസൈൻ ചെയ്തു. ആരോടും മിണ്ടാതെ വിശാൽ വീട്ടിൽ തന്നെ അടഞ്ഞു മൂടിയിരിക്കാൻ തോന്നി. 1 മാസം കഴിഞ്ഞു. 1 മാസം കഴിഞ്ഞിട്ടും രാത്രി 10 മണിയാകുമ്പോൾ നെഞ്ചിൻ്റെ ഉള്ളിൽ ഒരു പെടപ്പാണ്. ആരൊക്കെ കൂടെ ഉണ്ടെങ്കിലും ഒരു സമാധാനം ഇല്ലാത്ത പോലെ. കൃത്യം 10 മണി അടിച്ചാൽ വിശാൽ റൂമിൽ കയറി വാതിലടയ്ക്കും. ലൈറ്റ് ഓൺ ചെയ്ത്, ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്ത്, പറ്റാവുന്ന അത്ര ലൈറ്റ് സോഴ്സ് ആക്കി വിശാൽ അങ്ങനെ തന്നെ ഇരുന്ന് നേരം വെളുപ്പിക്കുമായിരുന്നു. രാവിലെയാണ് വിശാൽ ഉറങ്ങിയിരുന്നത്. അങ്ങനെ എല്ലാം നോർമലാവും, എല്ലാം ശരിയാവും, ആ ട്രോമയിൽ നിന്ന് പുറത്തു വരാൻ പറ്റും എന്ന് പയ്യെ വിശാൽ വിശ്വസിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഒരു 10 മണി വിശാൽ റൂമിൽ വാതിലടച്ച് ലൈറ്റ് ഓൺ ചെയ്ത് ഉറങ്ങാതെ പേടിച്ചിരിക്കുകയാണ്. പുറത്ത് അമ്മയുടെ ഫോണിൽ റിപ്പീറ്റഡായി റിങ് അടിക്കുന്നത് വിശാലിന് കേൾക്കാം. പക്ഷേ അമ്മ കോൾ എടുക്കാൻ കുറച്ച് ലേറ്റ് ആവുന്നുണ്ട്. മേ ബി ഉറങ്ങാതിരുന്നിട്ടുണ്ടാവും. അവസാനം വിശാൽ എഴുന്നേക്കണോ എന്ന് വിചാരിച്ചതും അമ്മ കോൾ അറ്റൻഡ് ചെയ്തത് വിശാലിന് മനസ്സിലായി. അതേസമയം അമ്മ ഫോൺ ചെവിയിലേക്ക് വെച്ചു. തൊണ്ടയിലെന്തോ കുത്തി നിറച്ച പോലെ ഒരു സ്വരം. അമ്മ ഹലോ പറഞ്ഞതും, അച്ഛാ ഇതാണോ അച്ഛാ നമ്മുടെ പുതിയ വീട്? എനിക്കിത് ഒത്തിരി ഇഷ്ടമായി. ആദ്യത്തെ വീട്ടിലേക്കാളും ഈ വീടാ എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. അത് കേട്ടതും അമ്മയ്ക്കെന്തോ മേലെല്ലാം കുളിർക്കുന്ന പോലെ തോന്നി. ഫോൺ താഴെയിട്ട് അമ്മ സ്റ്റക്കായി നിന്നു. പെട്ടെന്ന് ഡോറിലൊരു നോക്ക്. ഈ തവണ വീടിൻ്റെ പുറത്തുനിന്നായിരുന്നില്ല, വിശാലിൻ്റെ റൂമിൻ്റെ അകത്തുനിന്നായിരുന്നു ആ നോക്ക്. നോക്ക് കേട്ടതും അമ്മ ഞെട്ടി വിശാലിൻ്റെ ഡോറിലേക്ക് നോക്കി. ഇതേ നോക്ക് വിശാലിനും ഫീൽ ചെയ്തു. ഞെട്ടിത്തരിച്ച് ബെഡിൽ നിന്ന് വിശാൽ എഴുന്നേറ്റ് വന്നു. ഡോറിൻ്റെ നോക്ക് അകത്തുനിന്നാണ് കേൾക്കുന്നത്. പക്ഷെ അകത്ത് താൻ മാത്രമേ ഉള്ളൂ. പേടിച്ച് ചുറ്റുപാടും വിശാൽ നോക്കി. എങ്ങും ഒന്നുമില്ല, വിശാൽ മാത്രം. അങ്ങനെ സമാധാനിച്ച് നിൽക്കെ ഒരു നോക്ക് കൂടി ഈ തവണ കേട്ടു. ആ നോക്ക് കേട്ടത് ഡോറിൽ നിന്നായിരുന്നില്ല, ഡ്രസ്സിങ് ടേബിളിലെ മിററിൽ നിന്നായിരുന്നു. നോക്ക് കേട്ട സൈഡിലേക്ക് വിശാൽ തലവെട്ടിച്ചു. മിററിൻ്റെ നടുക്കായി ഒരു കൈപ്പത്തി, അതിലും താഴെയായി പൊക്കം കുറഞ്ഞ ഒരു രൂപം, ചെളി വെച്ച്
കുഴച്ചുണ്ടാക്കിയ പോലെ. ആ രൂപത്തിൻ്റെ ഏറ്റവും അറ്റത്തായി ഉരുണ്ട ചെളിയിലുണ്ടാക്കിയ ഒരു തല, അതിൽ 2 കുഞ്ഞു കുഴികൾ. ആ കുഴികൾ വിശാലിനെ തന്നെ നോക്കുന്ന പോലെ. അത് അവനോടായി പറയുന്ന പോലെ, അച്ഛാ അച്ഛാ, ഞാൻ വന്നു, എനിക്ക് ഈ വീട് ഒത്തിരി ഇഷ്ടമായി, ഞാൻ അച്ഛൻ്റെ കൂടെ തന്നെ എന്നും ഉണ്ടാവും. സോ ദിസ് ഇസ് ദ സ്റ്റോറി. ഐ നോ ഇതൊരു പ്രോപ്പർ എൻഡല്ല. വിശാലിന് എന്ത് സംഭവിച്ചു, എന്തുകൊണ്ട് വിശാലിനെ ആ കുട്ടി അച്ഛാന്ന് വിളിച്ചു, ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു, അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഇവിടം വരെ വീഡിയോ കണ്ടിട്ടുള്ള ഓഡിയൻസിന് ഉണ്ടായിട്ടുണ്ടാവും. ആക്ച്വലി അതിനുള്ള ഉത്തരങ്ങളൊക്കെ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ പിന്നെ എനിക്ക് തോന്നി വേണ്ട, അങ്ങനെ ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതിലും ത്രില്ല് നിങ്ങളുടെ സൈഡിൽ നിന്ന് കുറച്ച് ക്യൂരിയസ് ആയിട്ടുള്ള തോട്ട്സ് കേൾക്കുന്നതല്ലേ. സോ നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടേതായ ഒരു വേർഷൻ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ആയിട്ട് താഴെ കമൻറ്റിൽ മെൻഷൻ ചെയ്യാം. നമുക്ക് നോക്കാം എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി ആയിട്ട് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി എത്രത്തോളം മാച്ച് ആവുന്നുണ്ട്, നമ്മുടെ കരിസ്മ തമ്മിൽ എത്രത്തോളം മാച്ച് ഉണ്ട് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാമല്ലോ. ചുമ്മാ പറഞ്ഞതാണ്. സോ നിങ്ങൾക്ക് സ്റ്റോറി ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതെല്ലാം എൻ്റെ തന്നെ ക്രിയേറ്റിവിറ്റീസാണ്. ഞാനിങ്ങനെ നിങ്ങളോട് പറയുന്ന സ്റ്റോറീസൊന്നും ഇതിനു മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. എന്തെങ്കിലും എലമെൻറ്റ്സ് സിമിലർ ആയിട്ടുള്ളത് കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഇങ്ങനെയുള്ള സ്റ്റോറീസ് കേട്ടിട്ടുണ്ടാവില്ല. കാരണം ഇതിൻ്റെ ഓതർ ഞാൻ തന്നെയാണ്. യെസ് ഗൈസ്, ഇത് ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടൊന്നുമില്ല. എനിക്കിങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റോറി നിങ്ങളുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ. സോ നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ഞാനിടുന്ന എൻ്റെ പുതിയ ക്രിയേറ്റിവിറ്റീസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.